നമുക്കിന്ന് ആന്റൺ ചെക്കോയുടെ പന്തയം എന്ന കഥ കേൾക്കാം. ജീവിതത്തിൽ നിന്നും നേരെ പകർത്തിയെടുത്ത വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ദുരന്തം കലർന്ന തമാശകളാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ ഇതിവൃത്തം. ചെക്കോവിന് വൈദ്യശാസ്ത്രം വധുവും സാഹിത്യം കാമുകിയുമായിരുന്നു. ടോൾസ്റ്റോയും ചെക്കോവും ഉറ്റമിത്രങ്ങളായിരുന്നു. മാക്സിം ഗോർക്കി ചെക്കോവിനെ ഗുരുവായി കണ്ടു. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതൊരു ഇരുണ്ട ശരത്കാല രാത്രിയായിരുന്നു. പ്രായമായ ആ ബാങ്കർ തന്റെ പഠനമുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് 15 വർഷം മുൻപ് നടന്ന മറ്റൊരു ശരത്കാല രാത്രിയിലേക്ക് പോവുകയായിരുന്നു. അന്ന് അദ്ദേഹം തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. ഒരുപാട് ബുദ്ധിജീവികളും പത്രപ്രവർത്തകരും ഒക്കെ അന്ന് ആ വിരുന്നിൽ പങ്കെടുക്കാനെത്തി. വളരെ രസകരമായ പല ചർച്ചകളും അവിടെ നടന്നു. അതിനിടയിലാണ് എല്ലാവരും വധശിക്ഷ എന്ന ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അവിടെ കൂടിയവരിൽ ഭൂരിഭാഗം പേരും വധശിക്ഷയ്ക്ക് എതിരായിരുന്നു. അത് തികച്ചും പ്രാകൃതവും അധാർമികവും ഒരു ക്രിസ്തീയ സമൂഹത്തിന് ചേരാത്തതുമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ലോകത്ത് എവിടെയായാലും വധശിക്ഷ നിരോധിക്കണമെന്നും അതിനു പകരം ജീവപര്യന്തം തടവ് ശിക്ഷ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ആതിഥേയനായ ബാങ്കർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പെട്ടെന്ന് ആ ചർച്ചയിലേക്ക് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇല്ല, ഞാൻ നിങ്ങളോട് ഒട്ടും യോജിക്കുന്നില്ല. വധശിക്ഷയും ജീവപര്യന്തവും തമ്മിൽ നോക്കിയാൽ ഏതാണ് ഭേദമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വധശിക്ഷ തന്നെയാണ് ജീവപര്യന്തത്തേക്കാൾ ഭേദം. അത് തന്നെയാണ് കൂടുതൽ ധാർമ്മികവും മനുഷ്യത്വപരവും. കാരണം വധശിക്ഷയ്ക്ക് ഒരാളുടെ ജീവൻ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കും. എന്നാൽ ജീവപര്യന്തം തടവോ, അത് ഒരു മനുഷ്യനെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലുന്നത്. ബാങ്കർ അവിടെയുള്ളവരോട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് മരണശിക്ഷ വിധിക്കുന്ന ആളാണോ, അതോ ഒരു കുറ്റവാളിയെ ജീവനോടെ പിടിച്ച് 4 ചുവരുകൾക്കുള്ളിലോട്ട് വർഷങ്ങളോളം നരകിപ്പിച്ചു കൊല്ലാൻ വിധിക്കുന്ന ആളാണോ കൂടുതൽ മനുഷ്യത്വമുള്ളയാൾ? ബാങ്കറുടെ ഈ വാദത്തോട് അവിടെ ഉണ്ടായിരുന്ന ഒരു അതിഥി ഇങ്ങനെയാണ് പ്രതികരിച്ചത്: നിങ്ങൾ പറയുന്ന ഈ 2 ശിക്ഷകളും ഒരേപോലെ അധാർമികവും തന്നെയാണ്. കാരണം രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: ജീവൻ ഇല്ലാതാക്കുക. ഭരണകൂടമൊന്നും ദൈവമല്ല. തങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിയാത്ത ഒന്നല്ലേ ഒരു മനുഷ്യന്റെ ജീവൻ. അങ്ങനെയുള്ളപ്പോൾ അത് പിടിച്ചെടുക്കാൻ ഭരണകൂടത്തിന് എന്ത് അവകാശമാണുള്ളത്? ആ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കിടയിൽ 25-കാരനായ ഒരു യുവ വക്കീലും ഉണ്ടായിരുന്നു. എല്ലാവരും അയാളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ യുവാവ് വളരെ വ്യക്തമായി തന്നെ തന്റെ നിലപാട് പറഞ്ഞു. അയാൾ പറഞ്ഞു: എന്നെ സംബന്ധിച്ച് ജീവപര്യന്തം തടവും വധശിക്ഷയും ഒരേപോലെ അധാർമികം തന്നെയാണ്. പക്ഷേ ഇവ രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ജീവപര്യന്തം തടവ് മാത്രമേ തിരഞ്ഞെടുക്കൂ. കാരണം എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒട്ടുമില്ലാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ്. വക്കീലിന്റെ ഈ മറുപടിയോടെ ആ വിരുന്നിലെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കാൻ തുടങ്ങി. വക്കീലിന്റെ ആ മറുപടി കേട്ടപ്പോൾ ബാങ്കർക്ക് ദേഷ്യവും വാശിയും ഇരട്ടിച്ചു. അദ്ദേഹം മേശപ്പുറത്ത് കൈകൊണ്ട് ശക്തിയായി അടിച്ചുകൊണ്ട് ആ യുവാവിനോട് വെല്ലുവിളിച്ചു: അത് ശരിയല്ല. നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ 5 വർഷത്തോളം ഏകാന്ത തടവിൽ കഴിയാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളോട് പന്തയം വെക്കാം. 2 കോടി രൂപയാണ് പന്തയം. ബാങ്കറുടെ ഈ വെല്ലുവിളി കേട്ട് ആ യുവാവ് ഒട്ടും ഭയന്നില്ല. അയാൾ വളരെ കൂളായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു: നിങ്ങൾ ശരിക്കും ആ പന്തയത്തിന് തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. വെറും 5 വർഷമല്ല, 15 വർഷം ഏകാന്ത തടവ് അനുഭവിക്കാൻ ഞാൻ റെഡിയാണ്. ഇത് കേട്ട് ബാങ്കർ അത്ഭുതത്തോടെ ചോദിച്ചു: 15ഓ? ശരി, ഞാൻ തയ്യാറാണ്. വക്കീൽ തന്റെ തീരുമാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞു: മാന്യരെ, ഞാൻ 2 കോടി പന്തയം വയ്ക്കുന്നു. അപ്പോൾ ബാങ്കർ ചോദിച്ചു: സമ്മതിച്ചോ? നിങ്ങൾ 2 കോടി രൂപ പന്തയം വയ്ക്കുന്നു. പകരം ഞാൻ എന്റെ 2 കോടിയും നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യവും പണയപ്പെടുത്തുന്നു. അങ്ങനെ ആ യുവാവ് ആ പന്തയം പൂർണ്ണമായി സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ വിരുന്നിൽ വെച്ച് വളരെ അവിചാരിതമായി യാതൊരു മുന്നൊരുക്കവുമില്ലാതെയാണ് ആ 2 കോടി രൂപയുടെ വലിയ പന്തയം അവർക്കിടയിൽ ഉറപ്പിച്ചത്. തികച്ചും ബാലലീലകൾ പോലെ എടുത്തുചാട്ടത്തോടെയുള്ള ഒരു തീരുമാനമായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം ആ ഇരുണ്ട ശരത്കാല രാത്രിയിൽ തന്റെ പഠനമുറിയിലൂടെ നടക്കുമ്പോൾ വൃദ്ധനായ ബാങ്കറുടെ മനസ്സിലേക്ക് അന്ന് ആ വിരുന്നിനിടയിൽ വെച്ച് താൻ ആ യുവാവിനോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും എത്തി. അന്ന് ബാങ്കർ ആ വക്കീലിനോട് ഉപദേശരൂപേണ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഹേയ് യുവാവേ,
സമയം ഇനിയുമുണ്ട്. നിങ്ങൾ ഒന്നുകൂടി നന്നായി ചിന്തിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ച് 2 കോടി രൂപയെന്നത് വെറുമൊരു നിസ്സാര തുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഏറ്റവും മനോഹരമായ 15 വർഷങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ 3 4 വർഷത്തെ തടവിനെക്കുറിച്ചല്ല പറയുന്നത്. 15 വർഷമാണ്. അതികഠിനമായ ആ തടവറയിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് കഴിയില്ല. മാത്രമല്ല, സ്വയം ആഗ്രഹിച്ച് തെരഞ്ഞെടുക്കുന്ന ഏകാന്ത തടവ് നിർബന്ധിച്ച് തളച്ചിടുന്ന തടവിനേക്കാൾ എത്രയോ മടങ്ങ് അസഹനീയമായിരിക്കും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. ആ ചിന്ത തന്നെയാണ് തടവറയിലെ നിങ്ങളുടെ ജീവിതം ഏറ്റവും ദുസ്സഹമാക്കാൻ പോകുന്നത്. ഓർക്കുക, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ വിഷമം തോന്നുന്നുണ്ട്. അന്നത്തെ ആ സംഭവങ്ങളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ആ വൃദ്ധനായ ബാങ്കർ സ്വയം ചോദിച്ചു. അയാളുടെ മനസ്സിൽ ഒരു വലിയ പശ്ചാത്താപം തോന്നി തുടങ്ങിയിരുന്നു. അദ്ദേഹം സ്വയം ആത്മഗതം ചെയ്തു. എന്തിനായിരുന്നു ആ പന്തയം? അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു യുവാവിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 15 വർഷങ്ങൾ നഷ്ടപ്പെട്ടു. എനിക്കോ എന്റെ 2 കോടി രൂപയും നഷ്ടപ്പെടാൻ പോകുന്നു. വധശിക്ഷയാണോ ജീവപര്യന്തമാണോ ഭേദമെന്ന് തെളിയിക്കാൻ ആ പന്തയം കൊണ്ട് കഴിഞ്ഞോ? ഇല്ല, ഒന്നിനും കഴിഞ്ഞില്ല. എല്ലാം തികച്ചും അർത്ഥശൂന്യവും അസംബന്ധവുമായിരുന്നു. എന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ തീരുമാനം വെറുമൊരു അസ്ഥിര ബുദ്ധിയും പണം കിലുങ്ങുന്ന സുഖലോലുപതയിൽ ജീവിച്ചതുകൊണ്ടുണ്ടായ എടുത്തുചാട്ടവുമായിരുന്നു. ആ യുവാവിന്റെ ഭാഗത്താകട്ടെ പണത്തോടുള്ള വെറുമൊരു ആർത്തി മാത്രവും. അന്ന് ആ വിരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ബാങ്കർ വീണ്ടും ഓർത്തു. ബാങ്കറുടെ വലിയ തോട്ടത്തിലുള്ള ഒരു പഴയ ഔട്ട് ഹൗസിൽ വെച്ചാണ് ആ യുവാവ് തന്റെ ഏകാന്ത തടവ് കഴിച്ചു കൂട്ടേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടു. വളരെ കർശനമായ മേൽനോട്ടത്തിലായിരുന്നു ആ തടവറ ഒരുക്കിയത്. അങ്ങനെ ആ 15 വർഷത്തെ കഠിനമായ തടവ് ജീവിതത്തിനായി ആ യുവാവ് ലോഡ്ജിന്റെ ചവിട്ടുപടികൾ ഇറങ്ങി അങ്ങോട്ട് നടന്നു നീങ്ങി. ആദ്യത്തെ വർഷം ആ 4 ചുവരുകൾക്കുള്ളിൽ വക്കീൽ അനുഭവിച്ച ഏകാന്തതയ്ക്ക് അതിരുകളില്ലായിരുന്നു. ആ വിരസത മാറ്റാൻ അയാൾ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചു. പ്രണയവും ലഘുവുമായ തമാശകളുമുള്ള പുസ്തകങ്ങൾ. പക്ഷേ 2-ാം വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ മുറിയിൽ നിന്ന് പിയാനോയുടെ നാദം നിലച്ചു. അയാൾ ആവശ്യപ്പെട്ടത് ലോകോത്തര ക്ലാസിക് ഗ്രന്ഥങ്ങളായിരുന്നു. 5-ാം വർഷമായപ്പോഴേക്കും വക്കീലിന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അയാൾ വീണ്ടും സംഗീതം ആവശ്യപ്പെട്ടു. വീഞ്ഞു കുടിച്ചു. പക്ഷേ ആ വർഷം അയാൾ ഒരൊറ്റ പുസ്തകം പോലും വായിച്ചില്ല. രാത്രികളിൽ മണിക്കൂറുകളോളം ഇരുന്ന് എന്തൊക്കെയോ എഴുതും. പുലരുമ്പോൾ അതെല്ലാം കീറിക്കളയും. ആ അടച്ചിട്ട മുറിയിൽ നിന്ന് അയാൾ പൊട്ടിക്കരയുന്ന ശബ്ദം കാവൽക്കാർ കേട്ടു. എന്നാൽ 6-ാം വർഷം കഥ മാറി. വക്കീൽ വിദേശ ഭാഷകളും തത്വശാസ്ത്രവും ചരിത്രവും ആവേശത്തോടെ പഠിക്കാൻ തുടങ്ങി. വെറും 4 വർഷം കൊണ്ട് അയാൾ വായിച്ചു തീർത്തത് 600ഓളം പുസ്തകങ്ങളാണ്. ഒടുവിൽ 6-ാം വർഷത്തിന്റെ പകുതിയിൽ അയാൾ ആ കത്തെഴുതി. താൻ പഠിച്ച 6 ഭാഷകളിൽ എഴുതിയ ഒരു കത്ത്. എന്റെ പ്രിയപ്പെട്ട ജയിലർ, ഞാൻ ഈ എഴുതിയിരിക്കുന്നത് 6 ഭാഷകളിലാണ്. ഈ ഭാഷകൾ അറിയാവുന്ന പ്രഗത്ഭരെ ഇങ്ങ് ഇത് കാണിക്കൂ. ഇതിൽ ഒരു തെറ്റെങ്കിലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ തൊടിയിൽ വന്ന് നിങ്ങൾ ഒരു വെടിയുതിർക്കണം. ആ വെടിശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പിക്കാം എന്റെ പ്രയത്നം വെറുതെയായില്ലെന്ന്. ആ രാത്രിയിൽ തടവറയുടെ തൊടിയിൽ നിന്ന് ആ 2 വെടിയൊച്ചകൾ ഉയർന്നു കേട്ടു. വക്കീലിന്റെ അപേക്ഷാപ്രകാരം ബാങ്കർ നൽകിയ കൽപ്പനയായിരുന്നു അത്. 6 വ്യത്യസ്ത ഭാഷകളിൽ വക്കീൽ എഴുതിയ കത്തിൽ ഒരൊറ്റ പിഴവ് പോലും കണ്ടെത്താൻ അവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ വെടിശബ്ദം തടവറയ്ക്കുള്ളിലെ ആ ഇരുണ്ട മുറിയിലേക്ക് തുളച്ചു കയറി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന വക്കീലിന്റെ ചുണ്ടുകളിൽ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞിട്ടുണ്ടാകാം. കാരണം ആ ശബ്ദം അയാൾക്കുള്ള ഉറപ്പായിരുന്നു. തന്റെ 6 വർഷത്തെ കഠിന പ്രയത്നവും പ്രതിഭയും ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ്. അങ്ങനെ 10-ാമത്തെ വർഷം കടന്നുപോയി. ആ ഇരുണ്ട മുറിയിൽ ഇപ്പോൾ വലിയൊരു നിശബ്ദതയാണ്. മുൻപ് 4 വർഷം കൊണ്ട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെ തുഴഞ്ഞു കയറിയ ആ പ്രതിഭ, ചരിത്രവും തത്വശാസ്ത്രവും ശാസ്ത്രവുമെല്ലാം തലച്ചോറിലേക്ക് ആവാഹിച്ച ആ മനുഷ്യൻ ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു. അയാൾ ഇപ്പോൾ ആ മേശയ്ക്കരികിൽ ഒരേയൊരു പുസ്തകം തുറന്നിരിക്കുകയാണ്. 1 വർഷം മുഴുവൻ രാപ്പകലില്ലാതെ അയാൾ ആ ഒരൊറ്റ പുസ്തകം മാത്രമേ വായിച്ചുള്ളൂ. അത് വിശുദ്ധമായ വേദപുസ്തകമായിരുന്നു. സകല ശാസ്ത്രങ്ങളും പഠിച്ച ആ മനുഷ്യൻ ഒടുവിൽ ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ചുരുങ്ങുന്നത് കണ്ട് പുറത്തു നിന്നവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. 15 വർഷങ്ങൾ തികയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം. നാളെ ഉച്ചതിരിഞ്ഞ് കൃത്യം 12 മണിക്ക് ആ വക്കീൽ സ്വതന്ത്രനാകും.
പന്തയ വ്യവസ്ഥ പ്രകാരം അയാൾക്ക് 2 കോടി രൂപ നൽകണം. പക്ഷേ ആ പഴയ കോടീശ്വരനായ ബാങ്കർ ഇപ്പോൾ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. പണ്ട് സ്വന്തം ആസ്തി എത്രയെന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര പണമുണ്ടായിരുന്ന ബാങ്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തെറ്റായ ചൂതാട്ടങ്ങൾ കാരണം ഇന്ന് കടക്കെണിയിലാണ്. മുതുക്കനായ അയാൾ തല കൈകളിൽ താങ്ങി നിരാശയോടെ സ്വയം ചോദിച്ചു, ആ മനുഷ്യൻ എന്തുകൊണ്ട് മരിച്ചില്ല? അയാൾക്കിപ്പോൾ വെറും 40 വയസ്സേ ഉള്ളൂ. എന്റെ അവസാനത്തെ സമ്പാദ്യവും അയാൾ കൊണ്ടുപോകും. ഞാൻ തെരുവിലാകും. ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ മനുഷ്യന്റെ മരണം. രാത്രി 3 മണിയായി. തണുത്തുറഞ്ഞ ആ രാത്രിയിൽ കാവൽക്കാരോ വേലക്കാരോ ആരും ഉണർന്നിരിപ്പില്ലായിരുന്നു. 15 വർഷമായി ആരും തൊട്ടിട്ടില്ലാത്ത തടവറയുടെ താക്കോൽ ബാങ്കർ കയ്യിലെടുത്തു. കോട്ടുമിട്ട് അയാൾ വീടിന് പുറത്തേക്കിറങ്ങി. പുറത്ത് കടും ഇരുട്ടാണ്. ഒപ്പം അസഹ്യമായ തണുപ്പും പെയ്യുന്ന മഴയും. ചുറ്റുമുള്ള മരങ്ങളോ തടവറയോ ഒന്നും ആ ഇരുട്ടിൽ കാണാൻ കഴിയുന്നില്ല. കാവൽക്കാരൻ സുഖമായി ഉറങ്ങുകയാണെന്ന് ബാങ്കർ ഉറപ്പിച്ചു. കാരണം ഈ കൊലപാതകത്തിന് സാക്ഷികൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇരുട്ടിൽ തപ്പിയ തടവറയുടെ പടികൾ കയറി ബാങ്കർ ആ ലോഡ്ജിന്റെ പ്രവേശന കവാടത്തിലെത്തി. എന്താണ് അകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ അയാൾ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ കട്ടിലും തുരുമ്പിച്ച ഇരുമ്പ് സ്റ്റൗവും മാത്രം. ബാങ്കർ ആ വാതിലിനടുത്തേക്ക് നീങ്ങി. അതിന്മേൽ പതിപ്പിച്ചിരുന്ന സീലുകൾ അയാൾ അതിവേഗം പൊളിച്ചു മാറ്റി. താക്കോൽ പഴുതിലേക്ക് താക്കോൽ കടത്തി തിരിക്കുമ്പോൾ ആ ഇരുമ്പ് തഴുത് വലിയൊരു മരവിപ്പോടെ കിറുകിറ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ആ ശബ്ദം കേട്ട് അകത്തുനിന്ന് വക്കീൽ ചാടി എഴുന്നേൽക്കുമെന്നും ഒരു നിലവിളി ഉയരുമെന്നും ബാങ്കർ കരുതി. പക്ഷേ 3 മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അകത്തുനിന്ന് യാതൊരു ചലനവുമില്ല. വലിയൊരു നിശബ്ദത മാത്രം. ഒടുവിൽ ബാങ്കർ തന്റെ മനസ്സിനെ പാകപ്പെടുത്തി ആ മുറിക്കുള്ളിലേക്ക് കാലെടുത്തു വെച്ചു. അവിടെ ആ മേശയ്ക്കരികിൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല ഇരുന്നിരുന്നത്. 15 വർഷത്തെ ഏകാന്തത ആ മനുഷ്യനെ വെറുമൊരു അസ്ഥികൂടമാക്കി മാറ്റിയിരുന്നു. അസ്ഥികൾക്ക് ചുറ്റും തൊലി ഒട്ടിപ്പിടിച്ച ഒരു വിചിത്ര രൂപം. അയാളുടെ തലമുടി നീണ്ടു ചുരുണ്ടു കിടക്കുന്നു. കവിളുകൾ കുഴിഞ്ഞുപോയിരിക്കുന്നു. ആ മുഖത്ത് മണ്ണിന്റെ മഞ്ഞ നിറം പടർന്നിരുന്നു. മേശപ്പുറത്ത് താങ്ങിവെച്ചിരുന്ന അയാളുടെ കൈകൾ കണ്ടാൽ ഒരു മനുഷ്യന്റേതാണെന്ന് പറയുകയേയില്ല. നര കയറിപ്പറ്റിയ ആ രൂപം കാണുന്നത് തന്നെ ഭയമുണർത്തുന്നതായിരുന്നു. ബാങ്കർ അയാളുടെ അടുത്തേക്ക് ചെന്നു. വക്കീൽ അപ്പോഴും അഗാധമായ ഉറക്കത്തിലായിരുന്നു. പാവം, ബാങ്കർ മനസ്സിൽ കരുതി, അയാൾ ഉറക്കത്തിലാണ്. ഒരുപക്ഷെ വലിയൊരു സ്വപ്നം കാണുകയായിരിക്കാം. മരിച്ചു കഴിഞ്ഞ ഈ മനുഷ്യനെ ഒരു തലയണയെടുത്ത് മുഖത്ത് അമർത്തിയാൽ മാത്രം മതി, എല്ലാം തീരും. ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് പോലും ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ വക്കീലിനെ കൊല്ലാൻ കൈകളോങ്ങിയ ബാങ്കറുടെ കണ്ണുകൾ പെട്ടെന്ന് ആ മേശപ്പുറത്തേക്ക് നീണ്ടു. അവിടെ ഒരു കുറിപ്പ് കിടപ്പുണ്ടായിരുന്നു. വക്കീൽ ബാങ്കർക്കായി എഴുതി വെച്ച കത്ത്. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു നോക്കാൻ ബാങ്കർ തീരുമാനിച്ചു. ആ കത്തിൽ വക്കീൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് എന്റെ തടവ് ജീവിതം അവസാനിക്കും. എനിക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് തിരികെ പോകാൻ അവകാശം ലഭിക്കും. എന്നാൽ ഈ മുറി വിട്ടിറങ്ങി സൂര്യപ്രകാശം കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ തെളിഞ്ഞ ബോധത്തോടെ എന്റെ ദൈവത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും സ്വാതന്ത്ര്യത്തെയും വെറുക്കുന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ലോകത്തിലെ ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സർവ്വതിനെയും ഞാൻ വെറുക്കുന്നു. കഴിഞ്ഞ 15 വർഷം ഞാൻ ഈ ഇരുട്ടിലിരുന്ന് ഭൂമിയെ മുഴുവൻ പഠിക്കുകയായിരുന്നു. നിങ്ങളുടെ പുസ്തകങ്ങളിലൂടെ ഞാൻ സുഗന്ധമുള്ള വീഞ്ഞു കുടിച്ചു, മനോഹരമായ ഗാനങ്ങൾ പാടി, കാടുകളിൽ നായാട്ടിന് പോയി, സ്ത്രീകളെ പ്രേമിച്ചു. നിങ്ങളുടെ കവികൾ സൃഷ്ടിച്ച അതിലോലമായ സുന്ദരിമാർ രാത്രികളിൽ എന്നെ വന്ന് സന്ദർശിച്ചിരുന്നു. നിങ്ങളുടെ പുസ്തകങ്ങൾ എനിക്ക് ജ്ഞാനം തന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയും അതിന്റെ അനുഗ്രഹങ്ങളെയും വെറുക്കുന്നു. അവയെല്ലാം പാഴാണ്, മായയാണ്. നിങ്ങൾ അഹങ്കാരികളും അറിവുള്ളവരുമായിരിക്കാം. പക്ഷേ മൃത്യു ഈ ഭൂമുഖത്ത് നിന്ന് നിങ്ങളെ തുടച്ചു നീക്കും. ഒരു എലിയെപ്പോലെ നിങ്ങളും ഇല്ലാതാകും. നിങ്ങളുടെ ഐശ്വര്യവും ചരിത്രവും എല്ലാം ഭൂഗോളവുമായി ചേർന്ന് വെണ്ണീറായിത്തീരും. നിങ്ങൾക്ക് യുക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യത്തിന് പകരം നിങ്ങൾ നുണകളെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തിനെയാണോ പ്രാണനായി കാണുന്നത്, ആ ജീവിതത്തെ ഞാൻ വെറുക്കുന്നുവെന്ന് തെളിയിക്കാൻ ഞാൻ ആ 2 കോടി രൂപ ഉപേക്ഷിക്കുകയാണ്. പന്തയ കാലാവധി തികയാൻ 5 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഞാൻ ഈ തടവറ വിട്ട് പുറത്തു പോകും. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ലംഘിക്കുന്നു. കത്ത് വായിച്ചു തീർന്ന ബാങ്കർ സ്തബ്ധനായി നിന്നുപോയി. പണത്തിന് പിന്നാലെ പായുന്ന മനുഷ്യന്റെ വിഡ്ഢിത്തം അയാൾക്ക് മനസ്സിലായി. ആ വിചിത്ര മനുഷ്യന്റെ തലയിൽ അയാൾ പതുക്കെ ചുംബിച്ചു. കരഞ്ഞുകൊണ്ട് അയാൾ ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി.
പണ്ട് ബിസിനസ്സിൽ കോടികൾ നഷ്ടപ്പെട്ടപ്പോൾ പോലും അയാൾക്ക് ഇത്രയും സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രമേൽ വല്ലാത്തൊരു ആത്മീയ കുറ്റബോധത്തോടെ, വികാര വിക്ഷോഭങ്ങളോടെ അന്ന് രാത്രി അയാൾക്ക് കിടക്കയിൽ ഒരല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ വിറയ്ക്കുന്ന മുഖത്തോടെ കാവൽക്കാരൻ ഓടിവന്ന് ബാങ്കറോട് ആ വാർത്ത പറഞ്ഞു. അയ്യോ, ആ തടവുകാരൻ ജനാലയിലൂടെ പുറത്തിറങ്ങി തൊടിയിലെ ഗേറ്റും കടന്ന് എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. അയാൾ പന്തയം തോറ്റിരിക്കുന്നു. ബാങ്കർ ഉടൻ തന്നെ ഭൃത്യന്മാരോടൊപ്പം ആ തടവറയിലേക്ക് നടന്നു. വക്കീൽ അവിടെ ഇല്ലെന്ന് അയാൾ ഉറപ്പുവരുത്തി. ആവശ്യമില്ലാത്ത സംസാരങ്ങളും തർക്കങ്ങളും ഒഴിവാക്കാൻ വേണ്ടി മേശപ്പുറത്തിരുന്ന വക്കീലിന്റെ ആ കത്ത് ബാങ്കർ കൈക്കലാക്കി. പണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എഴുതിയ ആ കത്ത് അയാൾ നേരെ കൊണ്ടുപോയി തന്റെ വീട്ടിലെ തീ പിടിക്കാത്ത സേഫിനുള്ളിൽ സുരക്ഷിതമായി പൂട്ടിവെച്ചു.